നിങ്ങൾ വിമാനത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ ശൈലിയാണ് ഞാൻ പറയുന്നത്. വിമാനത്തിന്റെ അകത്ത് പ്രതിഷേധിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ. വിമാനത്തിന്റെ അകത്ത് എന്താ തൊട്ട് മുൻപിലിരുന്ന സീറ്റിൽ നിന്നും വിമാനം ലാൻഡ് ചെയ്ത ഉടനെ എണീറ്റ് ചാടി ആക്രമിക്കാൻ വരികയാണ് മുഖ്യമന്ത്രിക്കെതിരെ. ഇതിനാണ് പ്രതിഷേധം എന്ന് പറയുന്നത്. ഇത് ഏത് രാജ്യത്തെ പ്രതിഷേധ? ലോകത്തെവിടെയും നടക്കും ഇങ്ങനത്തെ പ്രതിഷേധം? നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പ്രതിഷേധം? ഈ പറയുന്ന LDF നടത്തും. ഞാൻ പറയുന്നത് സമരത്തിൻ്റെ ഇടയ്ക്ക് കല്ലെറിഞ്ഞു, വടിയെടുത്തെറിഞ്ഞു, കാറിനെ ആക്രമിച്ചു, നിങ്ങൾ കരിങ്കൊടി കാണിച്ചു, ചില്ലെറിഞ്ഞു പൊട്ടിച്ചു, ഒക്കെ സമ്മതിക്കാം. അത് അവിടെ ഒരു സമരത്തിൻ്റെ ഒരു എന്താണ് ഒരു അതിനൊരു അങ്ങനെ ഒരു സ്ഥലമാണത്, ഒരു സമരത്തിൻ്റെ സ്ഥലമാണത്. അവിടെ അത് സംഭവിക്കാം. ഇത് ആക്രമിക്കുകയാണ്, പേഴ്സണലായിട്ട് ആക്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ നോക്കുന്നു, മന്ത്രിമാരെ ആക്രമിക്കാൻ നോക്കുന്നു. ഇത് ഏത് പ്രതിഷേധ ശൈലിയാ? അതിന് ആകെ ഇവരുടെ കയ്യിലുള്ള കരിങ്കൊടി. ഇതിന് ഇവർ പറയുന്ന ഏക കരിങ്കൊടി കാണിക്കാൻ വരികയാണെന്ന് പറഞ്ഞു. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് ചാടുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കരിങ്കൊടി എടുത്ത് ചാടുകയാണ്. ഞാൻ പറയുന്നത് ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന സ്ഥലത്ത് കരിങ്കൊടി കാണിക്കാൻ തെറ്റില്ല. അല്ലെങ്കിൽ ഒരു 10 25 ആൾക്കാർ കൂടി നിന്ന്, അല്ലെങ്കിൽ 10 50 ആൾക്കാർ കൂടി നിന്നിട്ടുണ്ട് ഇത് ചെയ്യുന്നത് തെറ്റില്ല. ഇത് 10 80 70 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന വണ്ടിയുടെ മുമ്പിൽ എവിടെയെങ്കിലും ഒരു മൊബൈൽ ക്യാമറ വെച്ച് നിന്നിട്ട് നേരെ ചാടുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കാണുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നേരെ ചാടുകയാണ്. ഈ വണ്ടി വെട്ടിക്കുന്ന സമയത്ത് ഇടിക്കാൻ പോകുന്നുണ്ടാവാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലോ? ഇപ്പം നേരത്തെ മാധു പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വീണ ജോർജിനൊന്നും സംഭവിക്കേണ്ട. ആ പ്ലാറ്റ്ഫോമിൽ കൂടെ നടക്കുന്ന ആളുണ്ടല്ലോ, ഒരു പ്രായമായ സ്ത്രീ ഈ തിരക്കിനിടയ്ക്ക് തട്ടി റെയിൽവേ പാളത്തേക്ക് വീണ അവസ്ഥ എന്താ? വെറുതെ വീണാൽ മതി. ഞാൻ ട്രെയിൻ വരണമെന്നില്ല, വെറുതെ വീണാൽ മതി. എത്ര അടിയാ? 5.5 അടി 6 അടി കുഴിയിലേക്കാണ് വീഴുന്നത്. ആ പോലീസുകാർ തള്ളിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? എത്ര പേരാ ഒതുങ്ങി സൈഡിലേക്ക് പോകുന്നത്? ഇതൊക്കെ സാമാന്യ ബോധ്യം മനസ്സിലാക്കിക്കൂടെ? ഇനിയിപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൻ്റെ ക്യാബിനിൽ കയറിയിരുന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ KSUകാർ വിചാരിച്ചാൽ സമരം നടത്താൻ പറ്റില്ല. അതിൻ്റെ അകത്ത് നടത്താൻ പറ്റില്ലേ? അത് വിശ്വസിച്ചിട്ടാണോ കേരളത്തിൽ മന്ത്രി നടക്കുന്നത്? അവിടെ അങ്ങനെ ഒരു സമരം നടക്കില്ല എന്നത് കേരളത്തിലെ ജനങ്ങളാണെന്നും ഇവിടുത്തെ കേരളത്തിലെ ഒരു പാരമ്പര്യം ഉണ്ടെന്നും വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. ഇത് വിശ്വസിച്ചിട്ടാണ് ഒരു ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നത്.